നമസ്കാരം, എല്ലാ പ്രിയപ്പെട്ടവർക്കും T3 വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ചു ദിവസം മുമ്പ് ആലുവ ശിവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് പക്ഷേ ശിവരാത്രിയുടെ തലേ ദിവസത്തെ ഒരു വീഡിയോ ആയിരുന്നു. നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇവിടുത്തെ വ്യാപാരമേള അല്ലെങ്കിൽ കാർണിവൽ കാഴ്ചകളാണ്. അന്ന് വന്നപ്പോൾ വ്യാപാരമേളയൊക്കെ സെറ്റായി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എല്ലാ സ്റ്റാളും തുറന്നിട്ടുണ്ട്. അതുപോലെ ഇപ്പോഴും നല്ല തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ മനോഹരമായിട്ടുള്ള രാത്രി കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം. ശിവരാത്രിക്ക് മതപരമായിട്ടുള്ള ഒരു വശമുള്ളതുപോലെ തന്നെ ഇവിടെ പ്രാധാന്യമുള്ള മറ്റൊരു കാര്യമാണ് ആലുവ നഗരസഭയുടെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്ന വ്യാപാരമേള അല്ലെങ്കിൽ കാർണിവൽ. ഭക്തിയോടൊപ്പം തന്നെ ജനങ്ങളെ വിനോദത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും ലോകത്തിലേക്ക് എത്തിക്കുന്നത് ഈ മേളയാണ്. സാധാരണയായി ശിവരാത്രി നാളിൽ ആരംഭിച്ച് ഏകദേശം ഒരു മാസക്കാലം ഈ മേള നീണ്ടു നിൽക്കുന്നു. ആലുവ നഗരസഭ ലേലം വിളിച്ചാണ് ഈ വ്യാപാരമേളയുടെയും കാർണിവലിൻ്റെയും നടത്തിപ്പ് ചുമതല നൽകുന്നത്. ഇത്തവണയും നൂറുകണക്കിന് സ്റ്റാളുകളാണ് മണപ്പുറത്ത് സജ്ജീകരിച്ചിരിക്കുന്നത്. ഗൃഹോപകരണങ്ങൾ മുതൽ വൈവിധ്യമാർന്ന കരകൗശല വസ്തുക്കൾ വരെ ഇവിടെ വിൽപ്പനയ്ക്കെത്തുന്നു. പഴയകാലത്ത് തദ്ദേശീയമായ ഉൽപ്പന്നങ്ങളുടെ വിപണന കേന്ദ്രമായിരുന്ന ഈ മേള ഇന്നൊരു വലിയ വാണിജ്യ വ്യാപാര മേളയായി മാറിയിരിക്കുന്നു. ഈ വ്യാപാരമേള ആലുവയുടെ പ്രാദേശിക സാമ്പത്തിക വ്യവസ്ഥയിൽ വലിയ ചലനമുണ്ടാക്കുന്നു. ചെറുകിട വ്യാപാരികൾക്കും കുടുംബശ്രീ യൂണിറ്റുകൾക്കും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ഈ ഒരു മേള വലിയ അവസരമാണ് നൽകുന്നത്. അതുപോലെ വിനോദ ഉപാധികൾ ഒരുപാട് ഇവിടെയുണ്ട്. കുട്ടികളെയും യുവാക്കളെയും യുവതികളെയും ഒരുപോലെ ആകർഷിക്കുന്നത് ഈ മേളയിലെ വിനോദോപാധികളാണ്. വമ്പൻ റൈഡുകളും മരണക്കിണറും പ്രദർശനങ്ങളുമൊക്കെ മണപ്പുറത്തെ ഒരു വലിയ തീം പാർക്കിന് സമാനമാകുന്നു. ഈ ഒരു മാസക്കാലം ഇവിടെ ഒരു ഉത്സവ ലഹരി തന്നെയാണ്. ഫൺ വേൾഡ് പോലെയുള്ള പ്രമുഖ ഏജൻസികളാണ് പലപ്പോഴും ഇത്തരം കാർണിവലിന്റെ നടത്തിപ്പ് ഏറ്റെടുക്കുന്നത്. ജെയിൻ വീൽ, ഡ്രാഗൺ ട്രെയിൻ, എറിഗോ റൗണ്ട് തുടങ്ങിയവയാണ് പ്രധാനമായിട്ടുള്ള ആകർഷണങ്ങൾ. ആയിരക്കണക്കിന് ആളുകൾ റൈഡുകൾ ഉപയോഗിക്കുന്നതിനാൽ കർശനമായ സുരക്ഷാ പരിശോധനകൾക്ക് ശേഷമാണ് ഇവ പ്രവർത്തിപ്പിക്കുന്നത്. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയിട്ടുമുണ്ട്. അതുപോലെ ഇവിടെ കാണാൻ കഴിയുന്ന ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആലുവ ശിവരാത്രി ഉത്സവവും അതുപോലെ ഈ കാർണിവലും വിവിധ മതത്തിലുള്ള ആൾക്കാരുടെ ഒരു സംഗമ വേദി കൂടിയാണ്. എല്ലാ മതത്തിൽപ്പെട്ടവരും ഇവിടുത്തെ ഈ കാഴ്ചകളും ചടങ്ങുകളും കാണാൻ എത്തുന്നു എന്നുള്ളത് സാംസ്കാരിക കേരളത്തിന് ഒരു മുതൽക്കൂട്ടാണ്. അതുപോലെ രാത്രിയിലെ ഈ കാഴ്ചകളൊക്കെ വളരെ മനോഹരമാണ്. ജനങ്ങൾക്ക് സുരക്ഷ ഒരുക്കാൻ ഒരുപാട് പോലീസുകാരും ഇവിടെയുണ്ട്. അതുപോലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചേരാൻ ഒരുപാട് യാത്രാ സൗകര്യങ്ങളുമുണ്ട്. ട്രെയിനായാലും മെട്രോ സ്റ്റേഷനായാലും KSRTC ബസ്സുകളായാലും എല്ലാം ഈ മണപ്പുറത്തിൻ്റെ അടുത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ ആലുവ ശിവരാത്രിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മതേതര സ്വഭാവം തന്നെയാണ്. പെരിയാറിൻ്റെ തീരത്തെ ഈ ഒരു മണപ്പുറത്ത് ജാതിഭേദ ചിന്തകളില്ലാതെ എല്ലാ വിഭാഗം ജനങ്ങളും എത്തുന്നു. വ്യാപാരമേളയിലും കാർണിവലിലും എല്ലാ മതസ്ഥരും പങ്കുചേരുന്നു. പെരിയാർ പുഴയുടെ തീരത്ത് നടക്കുന്ന ഈ ഒരു ആഘോഷം പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ കൂടെ ഒരു അടയാളമാണ്. എല്ലാ വിഭാഗങ്ങളെയും ഒന്നിച്ച് ചേർക്കുന്ന ഒരു കണിക കൂടെയാണ് ആലുവ ശിവരാത്രി ഉത്സവവും അതുപോലെ തന്നെ ഈ മണപ്പുറത്തെ കാർണിവലും.
ആലുവ മഹാദേവ ക്ഷേത്രത്തിൻ്റെയും ശിവരാത്രി ആഘോഷത്തിൻ്റെയും ഉത്ഭവത്തെക്കുറിച്ച് വിവരിക്കുമ്പോൾ അത് ഐതിഹ്യങ്ങളുടെയും ചരിത്രത്തിൻ്റെയും ഒരു സങ്കീർണമായ തുന്നിച്ചേർക്കലായി മാറുന്നു. പെരിയാർ പുഴയുടെ മധ്യത്തിൽ രൂപം കൊണ്ട മണൽപ്പുറം അഥവാ മണപ്പുറം കേന്ദ്രീകരിച്ചാണ് ഈ ഒരു ആഘോഷങ്ങളൊക്കെ നടക്കുന്നത്. ഈ സ്ഥലത്തിന് ആലുവ മണപ്പുറം എന്ന പേര് ലഭിച്ചത് അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കൊണ്ടാണ്. ഐതിഹ്യങ്ങൾ പ്രകാരം പരശുരാമൻ പ്രതിഷ്ഠിച്ച 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇവിടുത്തേത്. എന്നാൽ ഇവിടെയുള്ള പ്രതിഷ്ഠയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. സാധാരണ ക്ഷേത്രങ്ങളെപ്പോലെ ഉറപ്പുള്ള കെട്ടിടങ്ങളോ ഗോപുരങ്ങളോ ഈ ക്ഷേത്രത്തിനില്ല. ഇതിന് പിന്നിലെ കഥാന്തു ശിവന്റെ ഭൂതഗണങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പരമശിവന്റെ ഭൂതഗണങ്ങൾ ഒരു രാത്രി കൊണ്ട് ഇവിടെ ഒരു ക്ഷേത്രം നിർമ്മിക്കാൻ ആഗ്രഹിച്ചുവെന്നും എന്നാൽ പണി പൂർത്തിയാകുന്നതിന് മുമ്പ് സൂര്യോദയമായതിനാൽ അവർ ദൗത്യം ഉപേക്ഷിച്ചു പോയെന്നും വിശ്വസിക്കപ്പെടുന്നു. പ്രകൃതിയുടെ മാറ്റങ്ങൾക്കനുസരിച്ച് രൂപം മാറുന്ന മണപ്പുറത്ത് വെറുമൊരു ഓലപ്പന്തലിന് താഴെയാണ് ഇന്നും ശിവലിംഗം സ്ഥിതി ചെയ്യുന്നത്. വർഷകാലത്ത് പെരിയാർ കരകവിയുമ്പോൾ ഈ ശിവലിംഗം പൂർണ്ണമായും വെള്ളത്തിനടിയിലാകുകയും വേനൽക്കാലത്ത് മണൽ തെളിയുമ്പോൾ ദർശനത്തിനായി വിശ്വാസികൾക്ക് ലഭ്യമാകുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ശ്രീരാമനുമായി ബന്ധപ്പെട്ട മറ്റൊരു ഐതിഹ്യം ഈ സ്ഥലത്തെ ഋതുതർപ്പണത്തിൻ്റെ പുണ്യഭൂമിയാക്കി മാറ്റുന്നു. വനവാസകാലത്ത് ജടായുവിൻ്റെ സംസ്കാരത്തിന് ശേഷം ശ്രീരാമൻ ഋതുതർപ്പണം നടത്തിയത് ആലുവയിലെ ഈ മണപ്പുറത്താണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കൂടുതൽ വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.